നമസ്കാരം പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദും ഈ കാളി അണ്ണനും പിന്നെ വേറൊരു മരമാണോ ഉണ്ട്, സംഖ്യയാണ്. അവൻ സാധാരണ അവൻ്റെ വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് ഈ 90 ഡിഗ്രി ചരിഞ്ഞിരുന്നുകൊണ്ടാണ് അവൻ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത്. ഇവൻ്റെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാണല്ലോ ആ സമുദായത്തിൽപ്പെട്ടവർ തന്നെ ചാണാമുക്കിയ ചൂലിനുമാരൊക്കെ അടിക്കും. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് പാവങ്ങളെ ഉസ്താദ് അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. പുള്ളിയല്ല സഹായിക്കുന്നത്, പുള്ളി ഓരോ വീഡിയോ ചെയ്യും. ആ വീഡിയോ കണ്ടിട്ട് പുള്ളിയിൽ വിശ്വാസം ഉള്ള ആളുകൾ, ഒരുപാട് ആളുകൾ സഹായം എത്തിച്ചു കൊടുക്കും. ആ രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു മോളുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ആ കുട്ടിയുടെ വീട് വെക്കുന്നതിനും ചികിത്സയുടെ ആവശ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പള്ളികളിൽ ചെറിയൊരു പിരിവൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അത് ഒരു ഹൈന്ദവ സഹോദരനാണ് ഇവരെ ബന്ധപ്പെട്ടത്. ആ പള്ളി കമ്മിറ്റി മറ്റു പള്ളി കമ്മിറ്റിയിലും കൂടെ അറിയിച്ചുകൊണ്ട് അവരുദ്ദേശിക്കുന്നതിലും വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റി അത് ആ കുടുംബത്തിന് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ഊത്തലും കുരുവട്ടലുമാണ് ഈ സംഖ്യകൾ. കാരണം മനുഷ്യനെ സഹായിക്കുന്ന ഒരു പരിപാടി അത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അത് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. പക്ഷെ അവർ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വന്നിരുന്നുണ്ട് ഇത് ചെയ്യുന്നവൻ അവൻ മുസ്ലിം നാമധാരി ആണെങ്കിൽ അവനെ കുറിച്ചിട്ട് അങ്ങോട്ട് തേച്ചൊട്ടിക്കാൻ തുടങ്ങും. കാരണം പച്ച വർഗീയതയാണ് ഈ നായ്ക്കൾ വന്നിരുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ വിഷം തുപ്പിക്കൊണ്ടിരുന്നത്. എന്തായാലും കാളിയണ്ണൻ അത്യാവശ്യം കുറച്ച് നല്ല വീഡിയോകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം സംഖ്യകൾ കാണിക്കുന്ന നെറുവേടിനെതിരെ നമ്മുടെ കാളിയണ്ണൻ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മളത് സപ്പോർട്ട് ചെയ്തു. കാരണം തെറ്റ് കാണിക്കുന്നവൻ ആരാണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും ചൂണ്ടിക്കാണിക്കാനും അത് പറയാനും തയ്യാറാകണം. അപ്പം നമ്മുടെ കാളിയണ്ണൻ ഒരു പക്ഷേ ചിലപ്പം ശാഖയിൽ വിളിച്ചിട്ട് നല്ല രീതിയിൽ ഫയർ ചെയ്ത് കാണും. കാരണം സംഖ്യ തന്നെ എടുത്തിട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അങ്ങോട്ട് സൂഹിക്കത്തില്ലല്ലോ. കഴിഞ്ഞ ദിവസം മറ്റൊരു ഹൈന്ദവ സഹോദരി നമ്മുടെ ഉസ്താദിനെ വിളിച്ചിട്ടൊരു സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഉസ്താദ് അവരോട് പറയുന്ന ആ ഒരു മറുപടി നിങ്ങളൊന്ന് കേൾക്കണം. വളരെ രസകരമായിട്ടുള്ളൊരു മറുപടിയാണ് ഉസ്താദ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ UDF കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുവയ്ക്കും. ചേച്ചി വീട്ടിൽ ചെന്നിട്ടെ ഞാൻ ഒരു വാട്സാപ്പിൽ ബന്ധപ്പെട്ട് ഞാനേ നിങ്ങളുടെ ഒരുപാട് സംഘടനകൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇവരോടൊക്കെ സമീപിച്ചുകൂടെ? സാറേ, ഞങ്ങളുടെ ഹിന്ദു സമുദായത്തിൽ എല്ലാം SNDP ഞാനൊരു ലോണിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഞങ്ങളുടെ സമുദായത്തിൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ ചെന്നപ്പോൾ പറഞ്ഞ് കാശുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള നിങ്ങളൊക്കെ എന്തിനാ അതിന് പോകണമെന്ന് അയാൾ ചോദിച്ചത്. ഞങ്ങളെ അങ്ങനെ അവരാരും സഹായം. എനിക്കിപ്പം നിങ്ങളുടെ ഇതിലുള്ള ഒരു ഇക്ക, ഞാൻ അവിടെ ക്യാൻറ്റീനിൽ ജോലിക്കും, ആ ഇക്ക എനിക്ക് നമ്പർ തന്നാന്ന് വിളിച്ചു നോക്കി. ആ പുള്ളി ഇങ്ങനെ ഫോണിലൊക്കെ സാറിൻ്റെ കണ്ടുകൊണ്ട് എനിക്ക് നമ്പർ തന്നുകൊണ്ടാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരു സഹായം നമുക്ക് കിട്ടത്തില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ സമീപിക്കുന്നത്. എനിക്ക് ഒരു ഗതിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവ് കടം വാങ്ങിച്ചാൽ 4 ലക്ഷം രൂപ ഞങ്ങളിപ്പോൾ അടച്ചത്. ഇപ്പം അതുകൂടാതെ ഞാനിപ്പോൾ 1 ലക്ഷം കൂടെ ഞാൻ ഒപ്പിച്ച് 1,85,000 രൂപ അടയ്ക്കണം. മോള് 30-ാം തീയതി അടയ്ക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, അവർ അറ്റൻഡൻസ് കൊടുക്കത്തില്ല കൊച്ചിന്. പരീക്ഷ അടുത്ത മാസം. അതുകൊണ്ടാണ് സാറേ ഞാൻ കാല് പിടിക്കുന്നത്. ഞാനിപ്പോൾ പള്ളി നേരിട്ട് വന്ന് സാറിനെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ പള്ളി വന്നതാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് സാറിനെ വിളിക്കുന്നത്. എന്തെങ്കിലും എനിക്കൊരു സഹായം ചെയ്യാൻ തരുമൊക്കെ അടുത്ത ആഴ്ചയാണെങ്കിലും മതി. എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സമാധാനം എനിക്ക്. ഞാൻ ഒത്തിരി പറഞ്ഞാൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ആരും ഒരു സഹായം തരുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് സാറിനെ ബുദ്ധിമുട്ടിയത്, ക്ഷമിക്കണം. ഈ ഫീസ് എത്ര രൂപ മൊത്തം അടക്കേണ്ടത്? മൊത്തം 6.5. ഞങ്ങൾ 4.5 അടച്ച്. ഇപ്പോൾ അടുത്ത 3.5 അടച്ച്. ഇപ്പോൾ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഇതും കൂടി ഇല്ലാതെ അവരെടുക്കത്തില്ല. കുറേശ്ശായിട്ടൊരു സമയം തീരുവാണ്. ജൂൺ മാസത്തിൽ മോള് തിരിച്ച് അവധിക്ക് മാറ്റി വരുക. അപ്പോൾ ഈ മാസം റെഡിയാക്കി. ഏപ്രിൽ 30-നകം അടയ്ക്കണമെന്നായിരുന്നു. മാർച്ച് 30 ഞാൻ 1 മാസം കൂടെ കൂട്ടി ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ചേച്ചി വീട്ടിൽ ചെന്നിട്ടേ വൈകുന്നേരം വിളി. ഞാൻ മറ്റേ 1-2 നമ്പറുകൾ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ കേട്ടാ. ശരി. ശരി ശരി. നിങ്ങളിത് കേട്ടല്ലോ അല്ലേ? അപ്പൊ ഇത് ശരിക്കും ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് ഈ പച്ച വർഗീയത പറയുന്നതിന് മുമ്പ് ആ നമ്പർ ഒന്ന് കളക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പം നിങ്ങൾ ചെയ്യത്തുമില്ല. ചെയ്തു കൊടുക്കുന്നവൻ ആരാണെന്ന് അവരുടെ മതം തിരഞ്ഞു നോക്കിക്കൊണ്ട് നിങ്ങളിവിടെ ഈ വിദ്വേഷം പരത്തുന്നതല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഈ ഭൂമിയിൽ ഒരു ഗുണവും ഇല്ല. നീയൊക്കെ ഈ ഭൂമിയിൽ വെറും വേസ്റ്റ് സാധനങ്ങളെന്നല്ലാതെ വേറൊന്നും പറയാൻ സാധിക്കത്തില്ല. പിന്നെ ഇതും കൂടെ നിങ്ങളൊന്ന് കേൾക്കാതെ പോരുത്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാണല്ലോ കേരളത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് ഇതേ ഈ ഏമാമാര് പറയുന്നത് കേട്ടോ. കേരളത്തിലെങ്ങനെ UDF അധികാരത്തിൽ വന്നുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ? കണ്ടു നോക്ക്. ഈ എങ്ങാനും UDF അധികാരത്തിൽ വന്ന നമ്മുടെ ഈ മന്ത്രിമാരൊക്കെ പേരുകള്
പച്ച പെയിന്റ് അടിക്കും, പച്ച പായസം വീണ്ടും വരും. ഓർമ്മയില്ലേ? പച്ച പായസം, പച്ച ലഡു. UDF അധികാരത്തിൽ വന്നാൽ പച്ച പായസം, പച്ച ലഡു, അതുപോലെ തന്നെ പച്ച പെയിന്റ്. ഈ പച്ച പായസവും പച്ച ലഡുവൊന്നും നമുക്ക് യാതൊരു ഉപദ്രവമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും, ഉപയുക്തമായതാണ്, ഒരു പ്രശ്നമില്ല, ഒരു ദ്രോഹമില്ല. അതേ സമയത്ത് ജനന്വിക്കാരൻ നിന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ അവസ്ഥ എന്തായിരിക്കും? ഇത് കണ്ടു നോക്ക്. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. കമോൺ എവരിവൺ, നന്നായിട്ട് വിശുകൊടു. നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. മനുഷ്യർ കഴിക്കുന്നതൊക്കെ പുഴയിലൊടുക്കേണ്ട സാധനമൊക്കെ മനുഷ്യന്റെ വയറ്റിലോട്ടും പോകും. ഇതാണ് വരാൻ പോകുന്നത്. ശരിയല്ലേ? ടെക്നോളജി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, ഇല്ലെങ്കിൽ പറയണം. ശരിക്കും ഇതിലും നല്ലൊരു മറുപടി ഇവന്മാർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണല്ലേ നമ്മൾ ഈ വടക്കേന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 11,000 ലിറ്റർ പാലാണ് പുഴയിൽ ഒഴുക്കി കളഞ്ഞത്. ആ വീഡിയോ ഒക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. അവിടുത്തെ അംഗനവാടികളിലെ കുട്ടികൾക്ക് പോഷകാഹാരം കിട്ടുന്നില്ല. ഇന്ത്യ ഡെവലപ്പായി, 5Gയിലെത്തി. നമ്മുടെ നരേന്ദ്രമോദിജി ഇന്ത്യയെ വേറെ ലെവലിലേക്ക് കൊണ്ട് എത്തിച്ചു. മറ്റത് കോണകസ്വാമി കണ്ടില്ലേ, കൂടെ ഓടുന്നതാരാണ്? നമ്മുടെ പൈസയിൽ നിന്ന് അതിന്റെ വിഹിതം എടുത്ത് ശമ്പളം കൊടുക്കുന്ന പോലീസ് ഏമാമാരാണ് ഈ കോണകസ്വാമിയുടെ പിന്നാലെ പരക്കം പാഞ്ഞ് ഓടുന്നത്. എന്തൊക്കെ അഭ്യാസങ്ങളാണ് ഇവന്മാരി വടക്കേന്ത്യയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെയും സംഘികൾ. എടാ, ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ പച്ച വർഗീയത പറയാനല്ലാതെ നിന്നെയൊക്കെ കൊണ്ട് 10 പൈസയുടെ ഗുണം വീട്ടുകാർക്കുണ്ടോ? ആ സമയത്ത് പോയി എവിടെങ്കിലും 10 രൂപയുടെ ജോലി ചെയ്തിട്ട് ഒരു നാരങ്ങ മിഠായിയെങ്കിലും നീയൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കും. എന്നിട്ട് നീയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്ക്. എത്ര സംഭവങ്ങളാണ്. ഇപ്പൊ ഈ പാലക്കാട് ഇപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരാൻ പോവാണ്. ഈ നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. BJP ഇപ്പൊ വളരെ മൗനമായിട്ടിരിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ വീരവാദം മുഴക്കിയായിരുന്നു. ഞങ്ങൾ മറ്റേ അധികാരത്തിൽ വരും, ഞങ്ങൾ പിടിക്കും, ഞങ്ങൾ മറ്റേതാക്കി മറച്ചായിക്കളെന്ന്. പല സ്ഥലത്തും അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ട്, പല സ്ഥലത്തും ധാരണകൾ എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2-3 സ്ഥലങ്ങളിൽ ഇപ്രാവശ്യം BJP വരാൻ സാധ്യതയുണ്ട് എന്നുള്ള പല ആളുകളും പറയുന്നുണ്ട്. അതങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയൊന്നും വേണ്ട. കാരണം അവരിപ്പം മിണ്ടിയിട്ടില്ല ഇതൊന്നും. അവരിതെല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1-2 സ്ഥലത്ത് ഇവന്മാർ വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇവരുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പോഴത്തേക്ക് മാറണം നാടെന്നാ പറഞ്ഞത്, പക്ഷെ നാറിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ. അതുപോലും വൃത്തിയായിട്ട് ചെയ്യാൻ കഴിവില്ലാത്ത പോങ്ങന്മാരെയൊക്കെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഇതുപോലിരിക്കും. നമുക്ക് 2-3 കേന്ദ്രമന്ത്രിമാരെ കുറിച്ചിട്ട് നമ്മളിന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റ് ഞാനങ്ങ് ഹൈടെക് ആക്കി കളയും. പിന്നെ മെട്രോ ഞാനങ്ങ് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് നീട്ടും. തൃശ്ശൂരിന്റെ മുഖച്ഛായ തന്നെ അങ്ങോട്ട് മാറ്റിക്കളയും. എന്തുണ്ടേ ഇവിടെ ഉണ്ടാക്കിയത്? കുറച്ച് ആമമുട്ട കൊണ്ട് തന്നതല്ല, അത് ആ ആമമുട്ട പോലും മെനയായിട്ട് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതൊക്കെ അല്ലാതെ ഇവന്മാരെ കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കുക? അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീഡിയോ കണ്ട നിങ്ങൾ ഈ 2 വീഡിയോയ്ക്കും കൃത്യമായിട്ട് കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.